ഇവിടെ ഈ കുട്ടികളെ ഒരു വീൽ ചെയറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഒന്നും തന്നെ അവരെ അഴിച്ചുവിടാറില്ല. കാരണം അവരെല്ലാം സോംബികളാണ്. ഇപ്പോൾ സാധാരണ കുട്ടികളെ പോലെ ഇരിക്കുന്ന ഇവർ മനുഷ്യന്റെ മണമടിക്കുമ്പോൾ ഭീകരന്മാരായി മാറും. ഭാവിയിൽ മനുഷ്യർ സോംബീസിന്റെ സെക്കൻഡ് ജനറേഷനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ സാധാരണ സോംബികളെ പോലെയല്ല. ഇവർക്ക് ചിന്തിക്കാനും സംസാരിക്കാനും കഴിയും. മാത്രമല്ല സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളെക്കാൾ സ്മാർട്ടുമാണ്. മെലനി എന്ന ഈ പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ തന്നെ തന്റെ വീൽ ചെയറിൽ കയറിയിരുന്ന് അതിന്റെ സ്ട്രാപ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സോൾജേഴ്സ് ഗണ്ണുമായി അകത്തേക്ക് വരുമ്പോൾ അവൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. എന്നിട്ട് അവൾ തന്നെ ലോക്ക് ചെയ്യുന്നതിനായി ഇരുന്നു കൊടുക്കുന്നു. ഡബിൾ ചെക്ക് ചെയ്യാൻ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ സോൾജേഴ്സ് അവൾക്ക് ഗുഡ് മോർണിംഗ് പറയാറില്ല. അവൾ ചോദിക്കുന്നതിന് മറുപടി പറയുകയോ അവളോട് സംസാരിക്കുകയോ ചെയ്യാറില്ല. അവിടെയുള്ള ആരും തന്നെ അവരെ മനുഷ്യരായി കാണുന്നില്ല. എന്നാൽ ഒരു ടീച്ചർ മാത്രം അങ്ങനെയല്ല. അവർ എല്ലാ ദിവസവും കുട്ടികൾക്ക് പീരിയോഡിക് ടേബിൾ പഠിപ്പിച്ചു കൊടുക്കുകയും മനുഷ്യന്റെ ചരിത്രം പഠിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചില സമയങ്ങളിൽ അവർക്ക് കഥകളും പറഞ്ഞു കൊടുക്കുന്നു. മെലനിക്ക് ആ ടീച്ചറിനെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ എന്തിനാണ് തങ്ങൾ മനുഷ്യരെ പറ്റി പഠിക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ദിവസവും രാത്രി ഒരു ഡോക്ടർ വന്ന് മെലനിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവൾ എല്ലാത്തിനും ശരിയുത്തരം പറയുന്നു. ഒരു ദിവസം ഡോക്ടർ അവളോട് ഒരു നമ്പർ പറയാൻ പറയുന്നു. അവൾ 13 എന്ന നമ്പർ പറയുന്നു. അടുത്ത ദിവസം അവൾ എന്നത്തെയും പോലെ ക്ലാസ്സിൽ വരുന്നു. നോക്കുമ്പോൾ 13-ാം നമ്പർ സ്റ്റുഡന്റ് മിസ്സിംഗ് ആണ്. അവൾ ടീച്ചറിനോട് അവൻ എവിടെ പോയെന്ന് ചോദിക്കുന്നു. പക്ഷെ ടീച്ചർ അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ആ ഡോക്ടറാണ് അതിന് കാരണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അന്ന് രാത്രി ആ ഡോക്ടർ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ടൊരു നമ്പർ ചോദിക്കുന്നു. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ 4 എന്ന് പറയുന്നു. അത് കേട്ട് ഡോക്ടർ ഷോക്കാവുന്നു. കാരണം 4 അവളുടെ റൂം നമ്പർ ആണ്. ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം മെലനിയെ കൊണ്ടുപോകാൻ വന്നത് ഒരു മുതിർന്ന ഓഫീസറാണ്. അയാൾ അവളെ ക്ലാസ്സിലേക്കല്ല കൊണ്ടുപോയത്. അയാൾ അവളെ വീൽ ചെയറുമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ജനിച്ചത് മുതൽ ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ജീവിച്ച മെലനി ആദ്യമായാണ് പുറത്തേക്ക് വരുന്നത്. നോക്കുമ്പോൾ കമ്പി കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നതിനപ്പുറത്തായി ആയിരക്കണക്കിന് സോംബീസ് നിൽക്കുന്നു. എന്നാൽ വളരെ കുറച്ച് സോൾജേഴ്സ് മാത്രമാണ് അവിടെയുള്ളത്. അയാൾ മെലനിയെ ഒരു ലാബിലേക്ക് കൊണ്ടുവരുന്നു. അവർ അവളെ വെച്ച് ഒരു റിസർച്ച് നടത്തുന്നതിനും ഒരു സോംബി വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിനുമായാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അവളെ മയക്കിയതിനു ശേഷം ഓപ്പറേഷൻ ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ബിൽഡിങ്ങിന് പുറത്ത് വലിയ സൈറൺ മുഴങ്ങുന്നു. അപകടം മനസ്സിലാക്കിയ ഡോക്ടർ ഷട്ടർ ക്ലോസ് ചെയ്യാൻ അസിസ്റ്റന്റിനോട് പറയുന്നു. പക്ഷെ സോംബീസ് അടുത്തെത്തിയത് അവർ അറിഞ്ഞിരുന്നില്ല.